ഇന്ന് ഒരുപാട് സ്ഥലത്ത് തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെ നമ്മൾ പുതുക്കാട്, പള്ളിക്കുന്ന്, വരാക്കര അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയിട്ടാണ് ഇപ്പം നമ്മൾ വല്ലപ്പാടിയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് നല്ല ഭംഗിയിൽ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ, അത്ര സൂപ്പർ ആയിട്ടില്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കോച്ചേക്കാടൻ ലോനപ്പൻ ചേട്ടൻ്റെ മകൻ ലിനോയാണ് കേട്ടോ. അപ്പം ലിനോയും ലിനോയുടെ ഭാര്യയും പെങ്ങളും അമ്മയും എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലിനോ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ ചെയ്തിട്ടുള്ളത് അല്ലെ. ഏറ്റവും കൂടുതൽ ഏറ്റവും ഇതിൽ പങ്കുവഹിച്ചിട്ട് ഉള്ള ഐഡിയ ഫുള്ള് കൊണ്ടുവന്നിട്ടുള്ളത് ലിനോയാണ്. അപ്പൊ ലിനോ ക്രൊയേഷ്യയിലാണ് വർക്ക് ചെയ്യുന്നത്, ഷിപ്പിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ വർഷവും ലിനോ ഇവിടെ എത്താറുണ്ടെന്ന് മാത്രമല്ല, നല്ലൊരു പിണ്ടി എല്ലാ വർഷവും മുറ്റത്ത് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ വലിയൊരു കാര്യമായിട്ട് തോന്നിയല്ലേ ശരിക്കും. ഈ കുറച്ച് ദിവസത്തെ ലീവിന് വരുന്നു, എന്നിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് പെരുന്നാൾ ആഘോഷിച്ച് പോകുന്നു അല്ലെ. ഒരു വല്ലാത്തൊരു സംതൃപ്തി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തതിന് പിന്നിലുള്ള ഈ പൊടിക്കൈകൾ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഐഡിയകൾ എന്നുള്ളത് ലിനോ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്? ബേസ് നമ്മള് കാർഡ്ബോർഡൊക്കെയാണ് ഉണ്ടാക്കിക്കണേ. ബേസ് കൂടുതലും നമ്മൾ ഈ വലിയ കാർഡ്ബോർഡിന്റെ പീസുകൾ കിട്ടുന്നത് ആ പീസ് കൊണ്ടാണ് ഉണ്ടാക്കിക്കണേ. പേപ്പറാണ് കൂടുതൽ യൂസ് ചെയ്തേക്കണേ. പേപ്പർ യൂസ് കൊണ്ടാണ് ഇവിടെ നമ്മളൊരു ഡൈ പോലെ കട്ട് ചെയ്തിട്ട് സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയാണ് പേപ്പർ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡ്ബോർഡ് ആദ്യം വളച്ച് നമ്മൾ ഈ പിണ്ടി അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള രീതിയിൽ വളച്ച് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഡൈ ഒരു മറ്റേ ഷീറ്റിക്ക് നമ്മൾ ഈ കാർഡ്ബോർഡിന്റെ ഷീറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ ഈ പൂവിന്റെ ആകൃതിയിൽ വളച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ഈ സാധനത്തിലേക്ക് ഒട്ടിക്കും, ഷീറ്റുമ്പോഴേക്ക്. അങ്ങനെ 3-4 കൂടി ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് അതുമ്പോൾ നമ്മൾ ഈ മറ്റേ മാസ്കിൻ ടേപ്പ്, അതായത് പേപ്പറിന്റെ മാസ്കിൻ ടേപ്പ് നമ്മളിങ്ങനെ വെച്ച് ഒട്ടിച്ചേക്കണം. അതുമ്പോൾ വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറി പോയി. അതിന്റെയാണ് ഈ പൂക്കൾ നമ്മൾ സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല വർക്കായിരുന്നു അല്ലെ. പേര് റീന. ഓക്കെ, അപ്പൊ റീനയുടെ ഹെൽപ്പും ഉണ്ടായിരുന്നു. റീനയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. റീനയാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് അല്ലെ. ആദ്യം പെങ്ങള് അമ്മ എല്ലാവരും കൂടിയിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലിപ്പോ എത്ര പൂക്കൾ, എത്ര കൊടികൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, എത്ര കുത്തി കൊടുത്തിട്ടുണ്ട്? ഇതിലിപ്പോ ഒരു 300 പൂക്കളുടെ ശരിക്കും ഈ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പറാണ്. ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ശരിക്കും നമ്മൾ മാതാവിനെ ആണ് ഈ ഒരു കളർ കാണുമ്പോഴേ ഓർക്കുക. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു കളർ. ശരിക്കും നമ്മളെ മനസ്സിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പവറാണ് ഈ കളർ കോമ്പിനേഷൻ ഉള്ളത്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന പിണ്ടിയാണ്. പിന്നെ ഇതിലിപ്പോ കുറെ എന്തെങ്കിലും നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പേപ്പർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് പേപ്പർ, പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇർക്കിലി അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത്രയും നിബന്ധനകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കും ഒതുക്കിയത്. ക്രിയേറ്റിവിറ്റി ആയിട്ട് കുറച്ചും കൂടി നമുക്ക് ഇല്ല, എന്നാലും ഇത് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നിബന്ധനകളിൽ ഇന്നുകൊണ്ട് പേപ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. താങ്ക് യു. നല്ല ഭംഗിയിൽ പീലിയൊക്കെ വിരിച്ചിതാ ഒരു മയിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മയിലിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കരുത്തി സിംസൺ ആണ് അല്ലേ. അപ്പൊ സിംസണും ഭാര്യയും മക്കളും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മോഡല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗിയുണ്ട്. ജോലിയുടെ ഇടയിലും തിരക്കിന്റെ ഇടയിലും ഒക്കെ ഉള്ള സമയമൊക്കെ കണ്ടെത്തിയിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചേട്ടാ, ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പോർഷനൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്? തെർമോകോളിലാണ് ഈ ഷേപ്പ് ഒക്കെ വെട്ടിയെടുത്തിട്ടുള്ളത് അല്ലെ. ഇതൊക്കെ ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ A4 കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു വേസ് അല്ലെങ്കിൽ ഈ ഒരു പോട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഫ്ലവർ വേസ്, ഇത് തെർമോകോൾ തന്നെയാണ് അല്ലെ. തെർമോകോൾ തന്നെയാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് ഈ തെർമോകോൾ കൊണ്ട്? അത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്. പറഞ്ഞു ചിലപ്പോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അത് ഉപകാരപ്പെടുകയാണെങ്കിലോ. സാധാരണ തെർമോകോൾ അങ്ങനെ ബെൻഡാവില്ല, ഒടിഞ്ഞു പോകും. നമ്മളത്
ചെറുതായിട്ട് ഒരു ഹീറ്റ് കൊടുത്തിട്ട് അതിനൊക്കെ ബെൻഡാക്കി എടുക്കുന്നതാണ്. ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഞാൻ സിമ്പിളായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ മാക്സിമം ഫ്ലെക്സിബിൾ ആക്കും. ചെറിയൊരു വടി ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ അമർത്തി റോൾ ചെയ്ത് ചപ്പാത്തി പരമാതിരി റോൾ ചെയ്യുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആയി പോകും. ചൂട് കൊടുക്കണ്ട, അതിൽ ആക്കുമ്പോ ചൂട് വരും, ചെറിയൊരു സ്റ്റീം വരുമ്പോ അപ്പൊ അത് പതുക്കെ 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 അങ്ങനെ വരും. ചപ്പാത്തിയുടെ സ്റ്റിക്ക് കൊണ്ട് നമുക്ക് അപ്പൊ ഇത് വല്ലാത്തൊരു സീക്രട്ട് ആയി പോയല്ലേ. സാധാരണ നമ്മള് തെർമോകോള് വെറുതെ തൊട്ടാ പൊടിഞ്ഞു പോണ പരിപാടിയാണ്, പക്ഷെ ആക്കി എടുക്കാൻ പറ്റും. ഇത് വലിയൊരു അറിവായിട്ട് തോന്നിട്ടോ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ തെർമോകോളിന്റെ എങ്ങനെയാണ് ഇങ്ങനെ വളച്ച് ഇത്ര ഷേപ്പിൽ കൊണ്ടുവരുന്നതെന്നുള്ളത് ഭയങ്കര ഒരു സംശയമായിരുന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഇതിനെ പതുക്കെ ഒന്ന് ഇങ്ങനെ ചപ്പാത്തിക്കോല് വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ് പറയണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. വല്ലപ്പാടിയിലാണ് നമ്മളുള്ളത്. കരുത്തിന്നാണ് വീട്ടുപേര്, സിംസൺ എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ശ്രമിച്ച് നോക്കണമെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ ചേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് മത്സരത്തിന് കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും വീടിൻ്റെ മുന്നിൽ നല്ല ഭംഗിയിലും മയിലും ഇങ്ങനെ പീലി വിരിച്ച് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ അടിപൊളി. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. സേവിയറേട്ടന്റെ വീട്ടിലാണ് നല്ല ഭംഗിയായിട്ട് ഒരു സൺഫ്ലവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഇവിടെ പിണ്ടി നന്നായി ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ സേവിയറേട്ടന്റെ ഫാമിലി ഫ്രണ്ട്സ് ആണ് നിങ്ങളല്ലേ? അപ്പോൾ അവര് ഒരു നല്ല പിണ്ടി ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞു അല്ലെ? ഒരു പിണ്ടി ഡെക്കറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സൺഫ്ലവർ ആണ് അവർ പ്രിഫർ ചെയ്തത്. അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് സൺഫ്ലവർ ഉണ്ടാക്കിയ മിടുക്കി കുട്ടിയാണ് നമ്മുടെ നേഹ. അപ്പോൾ നേഹയാണ് ഈ ഒരു സൺഫ്ലവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നേഹ ഇതില് ഈ ഒരു പോർഷനൊക്കെ വന്നിട്ടുള്ളത് A4 തന്നെയാണോ? ഇത് ഫുൾ A4 ആണോ കൊടുത്തിട്ടുള്ളത്? ഇത് ചാർട്ട് പേപ്പർ ആണ്. ഇത് ചാർട്ട് നിൽക്കാൻ വേണ്ടി ചാർട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് A4 ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഒട്ടിക്കാൻ വേണ്ടി ഇതിന്റെ ഇടയിലും ചാർട്ട് പേപ്പർ ആണോ കൊടുത്തിട്ടുള്ളത്? അടിയിൽ ഞങ്ങൾ മറ്റേ കാർഡ്ബോർഡിന്റെ ഒരു കട്ടിയുള്ള ഒരു പീസ് പേപ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളില് പിണ്ടിന്റെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ കളർ പേപ്പറിലാണ് ലീഫും ചാർട്ട് പേപ്പറിൽ തന്നെ വെട്ടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സൺഫ്ലവറിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയാണ് നിൽക്കണ കാണാനായിട്ട്. ഈ വഴിക്കോട് പോകുമ്പോൾ ഇതൊന്ന് കാണാൻ ഇവിടെ കയറാതെ പോകാനായിട്ട് മനസ്സ് വരില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ ഒരു സൺഫ്ലവർ നല്ല പെർഫെക്ഷനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നേഹ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേഹയുടെ വീട് എവിടെയാണ്? അപ്പോൾ മാപ്രാണാണ് അല്ലേ? അപ്പൊ മാപ്രാണത്തിൽ നിന്നാണ് ഇവിടെ വന്നിട്ട് ഇത് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു, അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എല്ലാം റെഡിയാക്കി വെച്ചല്ലേ? ഓക്കെ, അപ്പൊ നല്ല എഫേർട്ടാണ്. നേഹ എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. എവിടെ? ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി. അപ്പോൾ പഠനമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്താണ് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നത്. നല്ല കാര്യമാണ്, നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. നല്ല ക്രാഫ്റ്റുകൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. വല്ലപ്പാടിയിൽ തന്നെ കളത്തിങ്കിൽ ദേവീസേന്റെ വീട്ടിലാണ് ഈ ഒരു ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നോക്കിയ ഫ്ലവേഴ്സ് എന്തുമാത്രം ഫ്ലവേഴ്സാണ് ഇതിൽ കുത്തി കൊടുത്തിട്ടുള്ളത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. തിക്കായിട്ട് ഇങ്ങനെ ഫ്ലവർ കുത്തി കൊടുത്തു